ഒരു അനുതാപത്തിൻ്റെ ജീവിതം. കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധം സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ കാണുകയും കർത്താവ് വീട്ടിലോട്ട് വരാനുള്ള ഒരു വഴി ഒരുക്കൽ. ഇപ്പം യോഹന്നാൻ പറഞ്ഞല്ലേ, കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്ന ആളാണ് ഞാനെന്ന്. യുക്ക 3:4-5 വാക്യങ്ങൾ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴി ഒരുക്കുക, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കി. താഴ്വരകൾ നികത്തപ്പെടും, താഴ്വര നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുവരുത്തവ മൃദുവാക്കപ്പെടും. ഈ സാധനം എല്ലാം ശതാധിപന്റെ കൺട്രീഷനിലുണ്ട്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ശതാധിപൻ എത്ര സ്റ്റൈലിഷായിട്ടാണ് ഈ യോഹന്നാൻ മാന്താനയുടെ സുവിശേഷം അനുസരിച്ചുകൊണ്ട് താഴ്വരകൾ നിരപ്പാകണത്, കുന്നും മലയിൽ നിരപ്പാകണത്. പുള്ളിയുടെ അധികാരത്തെക്കുറിച്ച് പുള്ളി അതൊരു കുന്നുപോലെ നിൽക്കുക. ആ ഞാനും അധികാരത്തിന് കീഴിലാണെന്ന് പുള്ളി പറയുന്നു. എൻ്റെ കീഴിലും ഭടന്മാരുണ്ടെന്ന് പറയും. ഈ അധികാരത്തിൻ്റെ ഔന്നത്യത്തെ ഈശോയുടെ മുമ്പിൽ അടിയറ വെക്കുന്നുണ്ട്. പക്ഷെ ലോകത്തിന് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? എന്തെങ്കിലും തരത്തിലുള്ള അറിവോ ജനസ്വാധീനമോ ഉണ്ടെങ്കിൽ വീണ്ടും ജനസ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിശ്വാസം തള്ളിപ്പറയുന്ന ഭീരുക്കളുടെ ഒരു കേരളമാണ് ഇന്ന് ഞാൻ കാണുന്നത്. എന്തെങ്കിലും പകുഴുതുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ 10 മനുഷ്യരെ കൂടി ഫാൻസാക്കാൻ വേണ്ടി വിശ്വാസത്തെ തള്ളിപ്പറയും. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭീരുത്വമാണ്. കാര്യം വിശ്വാസത്തെ ഏറ്റുപറഞ്ഞവരെല്ലാം ലോകം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലികളാണ്. അതുകൊണ്ടാണ് ഈ അവിശ്വാസിയെ ഒരുമിച്ച് അവിശ്വാസികൾ ഭീരുക്കൾ എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ അവസാനിപ്പിക്കുന്നത്. അവിശ്വാസിയെ ദൈവം ഭീരുവായിട്ടാണ് കാണുന്നത്. വെളിപ്പാട് 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ഭീരുക്കൾ കഴിഞ്ഞിട്ട് പിന്നെ വരണ ആരാണ്? അവിശ്വാസികളാണ്. അപ്പൊ വിശ്വാസികൾ ആരാണ്? വിശ്വാസികൾ ഭീരുക്കളല്ല. ലോകങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യശാലികൾ ആരായിരുന്നു? വിശ്വാസികളെ. അപ്പോഴേ ഈ വിശ്വാസത്തെ ഏറ്റുപറയാൻ മറ്റു മനുഷ്യർ എന്ത് വിചാരിക്കും? ഇപ്പം ചില ആൾക്കാർ തന്നെ ഷെയർ ചെയ്യത്തില്ല.